PSC വഴിയുള്ള ഹോമിയോ മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണമെന്ന് ടൗൺ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് ജില്ലാ സെക്രട്ടറി മറുപടി നൽകിയത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഇങ്ങനെയൊരു വാർത്ത വന്നതിന് പിന്നാലെയും ജില്ലാ നേതൃത്വം, കോഴിക്കോട് ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ഒന്നും ഇത് വാർത്ത സ്ഥിരീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കടുത്ത അലംഭാവം ഉണ്ടായി, പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ എന്തായാലും കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? ജിൽസി PSC നിയമന വിവാദം പുറത്തു വന്ന ഉടനെ മാധ്യമങ്ങളെ കണ്ട കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആദ്യം ഈ സംഭവത്തെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും കരിവാരിത്തേക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ആരോപണം എന്ന ഒരു ന്യായീകരണമാണ് ആദ്യം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നാലെ ഇന്നലെ ചേർന്ന ഇദ്ദേഹം ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ആൾ ആരോപണ വിധേയൻ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇന്നലെ ചേർന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ ചർച്ചയുണ്ടായത്. ഇതിന് പിന്നാലെ ചില അംഗങ്ങൾ ഇയാൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. അതിന് പിന്നാലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്ത P. മോഹനൻ പിന്നീട് ഇദ്ദേഹത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മറുപടി നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി ജില്ലാ നേതൃത്വം ഈ പരാതി ഗൗരവപൂർവ്വം പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായി. അതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഈ യോഗത്തിൽ ഇങ്ങനെ ഒരു മറുപടി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പ്രമോദ് കോട്ടൂളിയോട് ഇക്കാര്യത്തിൽ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് അതിന് മറുപടി നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇന്ന് ജില്ലയിലുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ CPM കേന്ദ്രങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്നലെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ P. മോഹനൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പ്രമോദ് കോട്ടൂളിയോട് ഇത് സംബന്ധിച്ച ഒരു അഭിപ്രായം തേടിയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നത്, ഞാൻ ആരാണ് ഇത്രയുമൊക്കെ പണം വാങ്ങിക്കൊണ്ട് നിയമനം നടത്താൻ, എനിക്ക് എങ്ങനെയാണ് കഴിയുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ പാർട്ടിക്ക് മാത്രമാണ് പരാതി നൽകിയത്, പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് പ്രമോദ് കോട്ടൂളിക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ജിൽസി PSC നിയമന വിവാദത്തിൽ അല്ലെങ്കിൽ കോഴ വിവാദത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്നലെ കോഴിക്കോട് സിറ്റി കമ്മീഷണർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട കോഴിക്കോട് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഈ പരാതി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും പോലീസിന് മുന്നിലുള്ള പരാതി, ഏക പരാതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുള്ള ഒരു പരാതിയാണ്. മറ്റൊന്ന് പാർട്ടി തല അന്വേഷണമാണ്. പാർട്ടി നേതൃത്വം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനൊരു പക്ഷേ ഇന്ന് മറുപടി ഉണ്ടായേക്കും. ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പണം മേടിക്കുകയോ അല്ലെങ്കിൽ കോഴ മേടിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് ഇന്ന് വിശദീകരണം നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്നലെ നടന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ P. മോഹനൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഇയാൾക്കെതിരെ കർശന നടപടി, ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന മറുപടി നൽകിയതായിട്ടുള്ള വിവരം, കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മറുപടി തന്നെയാണ് ജില്ലാ സെക്രട്ടറി കൂടെ നൽകുന്നത്. അതിന് എപ്പോഴാണ്, എന്ത് നടപടിയാണ് ഉണ്ടാവുക, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയായിരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.